ഹായ്, ഐ ആം ജോബി ഫ്രം പവർലിങ്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അതിൻ്റെ മുമ്പേ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എന്താണെന്ന് ഒരു വാക്ക്. സാധാരണ നമുക്ക് ഹെൽത്ത് പോളിസിയെക്കുറിച്ച് അറിയാം. ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ആ ബില്ല് മൊത്തം കമ്പനി പേയ്മെൻറ്റ് ചെയ്യും. നമുക്ക് കയ്യിൽ ക്യാഷ് ആവില്ല. അതാണ് ഹെൽത്ത് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ നമുക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടില്ല. രണ്ടാമത്തെ ഒരു പോളിസിയാണ് ലൈഫ് പോളിസി. ലൈഫ് കവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേയ്മെൻറ്റ് എല്ലാ മാസവും നിശ്ചിത കാലയളവിൽ നമ്മൾ അടച്ചുകൊണ്ടിരിക്കും. അത് ലോങ് ടൈം പീരീഡ് ആയിരിക്കും, 10, 15, 25 വർഷമായിരിക്കും. അപ്പോൾ ആ 25 വർഷം കഴിയുമ്പോൾ നമുക്ക് അടച്ച പേയ്മെൻറ്റ് മൊത്തത്തിൽ ഒരുമിച്ച് കിട്ടുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചേരുന്ന ആൾ മരിച്ചു പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നോമിനിക്ക് ആ സമയത്ത് വലിയ എമൗണ്ട് കിട്ടുന്നു. അതാണ് ലൈഫ് കെയർ പോളിസി. എന്നാൽ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു കാര്യമാണ് ക്രിട്ടിക്കൽ സ്റ്റേജ്. അതായത് ഗുരുതരമായ ഒരു രോഗം ബാധിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു ഹെൽത്ത് പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ക്യാഷ് ബില്ലും കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കും, നമുക്ക് വീട്ടിൽ വരാൻ പറ്റും. എന്നാൽ നമുക്കൊരു ഗുരുതരമായ ഒരു രോഗമാണ് ബാധിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് പിന്നെ കുറേ കാലത്തേക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ബാക്കി ഭാഗമായി നമുക്ക് ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ പോയി ചെയ്യാനോ അതോ നാട്ടിൽ വന്നിട്ട് വേറൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ ഒക്കെ നല്ലൊരു എമൗണ്ട് കയ്യിൽ വേണ്ടി വരും. ആ സമയത്താണ് ക്രിട്ടിക്കൽ ഇൽനെസിൻ്റെ ഉപയോഗം വരുന്നത്. ഇതെന്ന് വെച്ചാൽ നമുക്കൊരു ഗുരുതരമായ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഗുരുതരമായ രോഗം എന്ന് പറഞ്ഞാൽ 10-12 ഐറ്റം രോഗങ്ങളോളം വരുന്നുണ്ട്. അതായത് ക്യാൻസർ, ലിവർ പ്രോബ്ലം, അറ്റാക്ക്, ENT സംബന്ധമായ പ്രോബ്ലം, ന്യൂറോപരമായുള്ള പ്രോബ്ലം, ഇതെല്ലാം അങ്ങനത്തെ കുറേ അസുഖങ്ങളുണ്ട്. അങ്ങനത്തെ ഗുരുതരമായ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിൽ കുറേ നാളത്തേക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല. വേറെ ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. കുട്ടികളുടെ പഠനത്തിനുള്ള ചിലവിനൊന്നും നമുക്ക് കയ്യിൽ പേയ്മെൻറ്റ് കാണും. ആ സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ സർട്ടിഫൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്ര രൂപയ്ക്കാണോ ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത്, അത് സാധാരണ 10, 15, 20, 25, 50 ലക്ഷം ഒക്കെ നമ്മൾ ചെയ്തിരിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തുക നമുക്ക് നമ്മൾ അക്കൗണ്ടിലോട്ട് ഒരുമിച്ച് കിട്ടും. അപ്പം നമുക്കൊരു ഈ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഗുരുതരമായ രോഗം വന്ന് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു എമൗണ്ട് കിട്ടിക്കഴിയുകയാണെങ്കിൽ നമുക്ക് 1-2 വർഷം ജോലിക്ക് പോയില്ലെങ്കിലോ ഒന്നും തന്നെ നമ്മളെ ഭാവിയെ ബാധിക്കത്തില്ല. അതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി. അത് ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്കാണ് ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് മൊത്തവും നമ്മൾ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് കിട്ടും. അതാണ് ക്രിട്ടിക്കൽ ഇൽനെസിൻ്റെ മെയിൻ കാര്യം. ഇനി ഇതെന്തൊക്കെ വരും, എങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് കണ്ടീഷൻ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ക്രിട്ടിക്കൽ ഇൽനെസ് മൾട്ടിപേ പ്ലാനിനെ കുറിച്ചാണ്. പ്ലാനിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു സന്തോഷ വാർത്ത പറയാം. ഇപ്പോൾ പവർലിങ്കിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യാനും EMI ചെയ്യാനുള്ള തുകയും ഞങ്ങൾ തന്നെ വഴിയൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 94 95 11 66 01 എന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനീസിന് ഒരുപാടധികം പ്ലാൻസ് ഉണ്ടായിരിക്കും. അതായത് ഒരുപാട് പോളിസികൾ ഉണ്ടായിരിക്കും. അതിലൊക്കെ വരുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്ലാനാണ് ക്യാൻസർ കെയർ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഈ ഒരു പ്ലാൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്തെന്നാൽ ക്യാൻസറിന് മാത്രമേ കവറേജ് ലഭിക്കുകയുള്ളൂ എന്നതാണ്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഹാർട്ടിന് പ്രശ്നം വന്നാലോ കിഡ്നിക്ക് പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ ബ്രെയിനിനോ മറ്റോ പ്രശ്നം വന്നാലോ കവറേജ് ലഭിക്കില്ല. ക്യാൻസർ കെയർ എന്നത് ക്യാൻസറിന് മാത്രം കവറേജ് ലഭിക്കുന്ന പോളിസിയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായി കസ്റ്റമേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു പുതിയ ടൂളാണ് സ്റ്റാർ ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് മൾട്ടിപേ പ്ലാൻ. ഇതെടുക്കുന്നതിന് കസ്റ്റമർ പ്രിപ്പയർഡ് ആണോ എന്നതാണ് ഇതിൽ ആദ്യം വരുന്നത് തന്നെ. അതായത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ്സിന് ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടേക്കാം. അതായത് എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് എന്തെങ്കിലും ഡിസീസ് എന്നിവയ്ക്ക് ഭാവിയിൽ ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഈ പോളിസി എടുക്കുന്നതിന് തയ്യാറാണെന്ന് ഉറപ്പുവരുത്തുക. ഇത് വളരെ ഇന്നോവേറ്റീവായ ഒരു നെക്സ്റ്റ് ലെവൽ പ്ലാൻ തന്നെയാണ്. അങ്ങനെ പറയാൻ കാരണം ഈ പോളിസി കേവലം ക്യാൻസറിന് മാത്രമല്ല കവറേജ് ലഭിക്കുന്നത്.
മറ്റൊരുപാട് ക്രിട്ടിക്കൽ ഇൽനെസ്സിനും കവറേജ് നൽകുന്നുണ്ട്. നിങ്ങൾക്കിതിൽ 100% ഓഫ് സം ഇൻഷ്യൂർഡിന് ലംസം, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സം ഇൻഷ്യൂർഡിന്റെ 100% തുക ലഭിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ 20 ലക്ഷത്തിന്റെ പോളിസിയാണ് എടുത്തതെങ്കിൽ നിങ്ങളുടെ സം ഇൻഷ്യൂർഡ് 20 ലക്ഷമാണെങ്കിൽ ഹാർട്ട്, കിഡ്നി, ബ്രെയിൻ റിലേറ്റഡ് ആയ ക്രിട്ടിക്കൽ ഇൽനെസ്സിന് 20 ലക്ഷം രൂപ നിങ്ങൾക്ക് കവറേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഈ ബെനിഫിറ്റിനായി 4 കാറ്റഗറീസ് ആണ് വരുന്നത്. ഈ 4 കാറ്റഗറീസിലെ കണ്ടീഷൻസിന് 100% ഓഫ് സം ഇൻഷ്യൂർഡിന്റെ പേയ്മെന്റ് പോളിസി ഹോൾഡർക്ക് കിട്ടുന്നതാണ്. ഇതിൽ ആദ്യത്തേതിൽ വരുന്നത് ലംസം പേയ്മെന്റ് ഓഫ് 100% സം ഇൻഷ്യൂർഡ് ഫോർ ക്യാൻസർ റിലേറ്റഡ് എയിൽമെന്റ്സ്, അതായത് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരികയാണെങ്കിൽ 100% ഓഫ് സം ഇൻഷ്യൂർഡ് ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തേത് ഹാർട്ട് റിലേറ്റഡ് എന്തെങ്കിലും കണ്ടീഷൻസ് വരികയാണെങ്കിൽ അതിനും 100% ഓഫ് സം ഇൻഷ്യൂർഡ് എമൗണ്ട് ലഭിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ലംസം പേയ്മെന്റ് ഓഫ് 100% സം ഇൻഷ്യൂർഡ് ഫോർ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം റിലേറ്റഡ് കണ്ടീഷൻ. ബ്രെയിനോ നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയ കണ്ടീഷൻസ് ഉണ്ടെങ്കിലോ 100% സം ഇൻഷ്യൂർഡ് ലഭിക്കുന്നു. നാലാമത്തെ കണ്ടീഷൻ എന്നത് മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനും മറ്റ് കണ്ടീഷൻസിനും 100% സം ഇൻഷ്യൂർഡ് തുക ലഭിക്കുന്നു. ഈ 4 കണ്ടീഷൻസിലും 100% ഓഫ് സം ഇൻഷ്യൂർഡ് തുക നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ളവർക്കാണ് കവറേജ് ലഭിക്കുന്നത്. അതായത് ഈ പോളിസിയിൽ എൻട്രി ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ളവർക്കാണ്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് കവറേജ് ലഭിക്കില്ല. അതുപോലെ തന്നെ 65 വയസ്സിന് മുകളിലുള്ളവർക്കും കവറേജ് ലഭിക്കില്ല. അടുത്തതായി പറയാൻ പോകുന്നത് ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ്. ഇതിൽ ഇൻഡിവിജ്വൽ കവറേജ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫ്ലോട്ടർ പ്ലാൻ ഇതിൽ വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ പോളിസിയിൽ മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽ കവറേജ് എടുക്കാൻ കഴിയും. അതായത് നിങ്ങളുടെ വൈഫ് ഓർ ഹസ്ബൻഡിനോ കുട്ടികൾക്കോ ഒക്കെ വേണ്ടി മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽ കവറേജ് എടുക്കാൻ കഴിയുന്നതാണ്. അടുത്തതായി പറയാൻ പോകുന്നത് പ്രീമിയം പേയ്മെന്റിനെ കുറിച്ചാണ്. 1 വർഷത്തെയും 2 വർഷത്തെയും 3 വർഷത്തെയും പ്രീമിയം പേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതിൽ വരുന്നുണ്ട്. അതായത് ലോങ് ടേം പോളിസിയുമുണ്ട്, ഷോർട്ട് ടേം പോളിസിയുമുണ്ട്. നിങ്ങൾ 2 വർഷത്തെ പോളിസി ഒരുമിച്ചെടുത്താൽ നിങ്ങളുടെ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് വരുന്നത് 5% ആണ്. നിങ്ങൾ 3 വർഷത്തെ പോളിസിയാണ് ഒരുമിച്ചെടുക്കുന്നതെങ്കിൽ പ്രീമിയത്തിൽ വരുന്ന ഡിസ്കൗണ്ട് 7.5% ആണ്. നിങ്ങൾ ലോങ് ടേം പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ കസ്റ്റമർ വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ്സ്. EMIയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്വാർട്ടർലി ആൻഡ് ഹാഫ് ഇയർലി ആണ് EMI പേ ചെയ്യാൻ കഴിയുന്നത്. നിങ്ങൾ EMI എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 ദിവസം മാത്രമാണ് ഗ്രേസ് പീരീഡ് ലഭിക്കുന്നത്. നിങ്ങൾ 7 ദിവസത്തിനുള്ളിൽ തന്നെ പ്രീമിയം തുക അടയ്ക്കേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പോളിസി ക്യാൻസൽ ആവുന്നതാണ്. ഒരു ക്ലെയിം എറേസ് ആവുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ക്ലെയിം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം എടുത്ത വർഷത്തെ EMIയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം ദാറ്റ് വിൽ ബി റിക്കവേർഡ് ഇൻ ദ ക്ലെയിം. അതായത് നിങ്ങൾക്ക് അടയ്ക്കാൻ ബാക്കിയുള്ള പ്രീമിയത്തിന്റെ തുക നിങ്ങളുടെ ക്ലെയിമിൽ നിന്നും റീസ്റ്റോർ ആവുന്നതാണ്, അതായത് ഡിഡക്റ്റ് ആവുന്നതാണ്. അടുത്തതായി പറയാൻ പോകുന്നത് റിന്യൂവലിനെ പറ്റിയാണ്. റിന്യൂവൽസ് ആർ ഫോർ ലൈഫ് ടൈം, അതായത് ലൈഫ് ടൈം റിന്യൂവൽ ആണ് വരുന്നത്. സം ഇൻഷ്യൂർഡ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 5 ലക്ഷം മുതൽ 25 ലക്ഷം വരെയാണ്. അടുത്തതാണ് ഫിനാൻഷ്യൽ അണ്ടർ റൈറ്റിംഗ്, അതായത് 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്ക് അവരുടെ വാർഷിക വരുമാനത്തിന്റെ 12 മടങ്ങാണ് സം ഇൻഷ്യൂർഡ് ലഭിക്കുന്നത്. 35 വയസ്സിന് മുകളിലുള്ളവർക്ക് വാർഷിക വരുമാനത്തിന്റെ 10 മടങ്ങാണ് സം ഇൻഷ്യൂർഡ് ലഭിക്കുന്നത്. മാക്സിമം അപ് ടു 25 lakh. നോൺ ഏണിംഗ് മെമ്പേഴ്സിന് ഈ പോളിസിയിൽ നിന്ന് കവറേജ് ലഭിക്കുന്നത് മാക്സിമം അപ് ടു 15 lakhs ആണ്. പക്ഷേ ഈ പോളിസിയിലെ പ്രൈമറി മെമ്പറിനേക്കാൾ കൂടുതൽ സം ഇൻഷ്യൂർഡ് നോൺ ഏണിംഗ് പേഴ്സണ് ഒരിക്കലും ലഭിക്കില്ല. ഉദാഹരണത്തിന് ഭർത്താവിന് 10 ലക്ഷമാണ് സം ഇൻഷ്യൂർഡ് വരുന്നതെങ്കിൽ നോൺ ഏണിംഗ് പേഴ്സണായ വൈഫിന് 15 ലക്ഷം ഒരിക്കലും കിട്ടില്ല. 15 ലക്ഷം സം ഇൻഷ്യൂർഡ് ഒരിക്കലും കിട്ടില്ല. നോൺ ഏണിംഗ് പേഴ്സണ് മാക്സിമം അപ് ടു 15 ലക്ഷമാണ് സം ഇൻഷ്യൂർഡ് വരുന്നതെങ്കിലും ഒരിക്കലും ഈ പ്ലാനിലെ പ്രൈമറി മെമ്പറിനേക്കാൾ സം ഇൻഷ്യൂർഡ് കൂടുതൽ ലഭിക്കില്ല. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രൈമറി മെമ്പറിന്റെ സം ഇൻഷ്യൂർഡിനേക്കാൾ കുറവ് മാത്രമേ നോൺ ഏണിംഗ് പേഴ്സണ് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ പവർലിങ്ക് ഇൻഷുറൻസ് ഡിവിഷനിൽ നിന്നും നിങ്ങൾക്കായി ഒരു പുതുപുത്തൻ ഇൻഷുറൻസ് ഓഫർ. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജനറൽ ഇൻഷുറൻസ് ഞങ്ങളിൽ കൂടെ എടുക്കുന്നതിലൂടെ നിങ്ങളും ഞങ്ങളുടെ പാർട്ട്ണർ ആവുന്നു. അതിലൂടെ നിങ്ങൾക്കും ഒരു ഇൻകം ജനറേറ്റ് ആവുകയും അതിലൂടെ നിങ്ങളുടെ ഇൻഷുറൻസുകൾ റിന്യൂവൽ ചെയ്യുന്നതിനും EMI അടയ്ക്കുന്നതിനും ഉപയോഗിക്കാം.
നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സിന് ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ലീഡ് തരിക. അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് ഇൻകമായി മാറുന്നു. 3% മുതൽ 20% വരെ നിങ്ങൾക്കും ഇതുവഴി ഇൻകം ലഭിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് പവർ ലിങ്ക് നമ്പർ 9495116601. അടുത്തതായി പറയാൻ പോകുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ചാണ്. ഇതിൽ ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 90 ദിവസമാണ്. ഇതിനർത്ഥം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ 90 ദിവസത്തിനുള്ളിൽ ആണ് വന്നതെങ്കിൽ അതിന്റെ കവറേജ് ലഭിക്കില്ല. പോളിസി എടുത്തു കഴിഞ്ഞ് ആദ്യ 90 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് കവറേജ് ലഭിക്കുന്നത്. അടുത്തത്, ഈ ഇൻഷുർഡ് പേഴ്സണ് എന്തെങ്കിലും മേജർ ഡിസീസസ് ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമ്പനി ലംസം എമൗണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതൊരിക്കലും സം ഇൻഷുർഡിൽ നിന്ന് കൂടുതലായിരിക്കില്ല. അതായത് നിങ്ങൾക്ക് 15 ലക്ഷത്തിന്റെ പോളിസി ആണെങ്കിൽ ഈ മേജർ ഡിസീസസിനായി കവറേജ് ലഭിക്കുന്നതും 15 ലക്ഷം തന്നെയായിരിക്കും. അതൊരിക്കലും സം ഇൻഷുർഡിനേക്കാൾ കൂടില്ല. ഇനി ഇതിൽ വരുന്ന അടുത്ത കണ്ടീഷൻ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മേജർ ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആദ്യമായി വന്നത് തന്നെയായിരിക്കണം. അതായത് മുൻപ് ക്യാൻസർ വന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ക്യാൻസർ വരികയാണെങ്കിൽ അതിന് കവറേജ് ലഭിക്കില്ല. നിങ്ങൾക്ക് വന്ന മേജർ ഡിസീസ് അത് ഫസ്റ്റ് ഇൻസിഡന്റ് തന്നെ ആയിരിക്കണം. അടുത്ത കണ്ടീഷൻ എന്നത് ഇൻഷുർഡ് പേഴ്സൺ മേജർ ഡിസീസ് ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടതിന് ശേഷം 15 ദിവസം വരെ സർവൈവ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇൻഷുർഡ് പേഴ്സൺ ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ അയാൾ മരണപ്പെട്ടാൽ കവറേജ് ലഭിക്കില്ല. അടുത്ത കണ്ടീഷൻ വരുന്നത് പോളിസിയിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡിസീസ് ഉറപ്പായും കമ്പനി അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ കൺഫേം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ പോളിസിയിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മേജർ ഡിസീസസ് സർട്ടിഫൈ ചെയ്ത് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അടുത്ത കണ്ടീഷൻ എന്നത് ഒരു ഇൻഷുർഡ് പേഴ്സണ് മൾട്ടിപ്പിൾ മേജർ ഡിസീസസ് വന്നാൽ, അതായത് ക്യാൻസറോ അല്ലെങ്കിൽ ബ്രെയിൻ റിലേറ്റഡ് ആയ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയ എന്തെങ്കിലും അസുഖങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ കമ്പനി ഒരു മേജർ ഡിസീസിനുള്ള ലംസം എമൗണ്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. അടുത്ത കണ്ടീഷൻ എന്നത് നിങ്ങളുടെ ലൈഫ് ടൈമിൽ 400% ഓഫ് ദ സം ഇൻഷുർഡിനേക്കാൾ കൂടുതൽ പേയ്മെന്റ് ലഭിക്കില്ല. അതായത് ഏത് മേജർ ഡിസീസിനായാലും നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈമിൽ 100% കവറേജ് ലഭിക്കുന്നത് 4 തവണയാണ്. ഇത് പോളിസി എടുത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. അടുത്തതായി വരുന്നതാണ് ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ് എന്നത്. വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 12 മാസമാണ്. അതായത് നിങ്ങൾ ആദ്യത്തെ മേജർ ഡിസീസിന്റെ കവറേജ് എടുത്തു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കവറേജ് എടുക്കുന്നതിനുള്ള അതിനിടയിൽ വരുന്ന ഒരു ഗ്യാപ്പാണ് ഈ 12 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് എന്നത്. ഉദാഹരണത്തിന് ബ്രെയിൻ സ്ട്രോക്ക് വന്ന ഒരു വ്യക്തി 15 ദിവസം സർവൈവ് ചെയ്തതിന് ശേഷം അയാൾക്ക് കവറേജ് ലഭിക്കുന്നു. പക്ഷേ 6 മാസത്തിനുള്ളിൽ വീണ്ടും സ്ട്രോക്ക് വരികയാണെങ്കിൽ കവറേജ് ലഭിക്കില്ല. 12 മാസം കഴിഞ്ഞാലാണ് രണ്ടാമത്തെ കവറേജ് ലഭിക്കുക. മൂന്നാമത്തെ കവറേജും 4ാമത്തെ കവറേജും ലഭിക്കുന്നതിനും വെയിറ്റിംഗ് പീരീഡ് 12 മാസം തന്നെയാണ് വരുന്നത്. ഒരു പോളിസി ഇയറിൽ ഒരു ക്ലെയിം മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ. അടുത്തതായി പറയാൻ പോകുന്നത് റിന്യൂവലിനെ കുറിച്ചാണ്. ക്ലെയിം ഒന്നും എടുക്കാത്ത ഒരു ഗ്രൂപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇൻഷുർഡ് പേഴ്സൺ റിന്യൂവലിന് എലിജിബിൾ ആണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഹാർട്ട് ഡിസീസിനോ ബ്രെയിൻ റിലേറ്റഡ് ഡിസീസിനോ ക്യാൻസറിനോ കവറേജ് എടുത്തു കഴിഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ ട്രാൻസ്പ്ലാന്റേഷന്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോളിസി റിന്യൂവൽ ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് പോളിസീസ് ക്യാൻ ബി റിന്യൂവൽ ഫോർ ലൈഫ് ടൈം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ കൂടുതൽ വിവരങ്ങൾ അറിയാനോ വേണ്ടിയിട്ട് 94 95 11 66 01 എന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 4 കാറ്റഗറീസ് എന്താണെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഇനി പറയാൻ പോകുന്നത് ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ മേജർ ഡിസീസ് ആണ് കവർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഗ്രൂപ്പ് നമ്പർ 1 ആണ് ക്യാൻസർ റിലേറ്റഡ് ഗ്രൂപ്പ്. സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൽ ലിസ്റ്റ് ഓഫ് കവേർഡ് മേജർ ഡിസീസ് വരുന്നത് ഒന്നാമത്തേത് ക്യാൻസർ ഓഫ് സ്പെസിഫൈഡ് സിവിയറിറ്റി, രണ്ടാമത്തേത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, മൂന്നാമത്തേത് അപ്ലാസ്റ്റിക് അനീമിയ. ക്യാൻസർ റിലേറ്റഡിൽ ഈ 3 കണ്ടീഷൻസിനുമാണ് ലംസം എമൗണ്ട് ലഭിക്കുന്നത്.
രണ്ടാമത്തെ കാറ്റഗറി അഥവാ ഗ്രൂപ്പ് എന്നത് ഹാർട്ട് റിലേറ്റഡ് കണ്ടീഷൻസ് ആണ്. ഇതിൽ വരുന്നതാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഓപ്പൺ ചെസ്റ്റ് CABG, ഓപ്പൺ ഹാർട്ട് റീപ്ലേസ്മെന്റ് ഓർ റിപ്പയർ ഓഫ് ഹാർട്ട് വാൽവ്സ്, പ്രൈമറി പൾമോണറി ഹൈപ്പർടെൻഷൻ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ മുതലായവ. എല്ലാ അസുഖങ്ങളുടെയും പേര് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, വ്യക്തമായി കണ്ട് മനസ്സിലാക്കുക. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം റിലേറ്റഡ് കണ്ടീഷൻസ്, കോമ ഓഫ് സ്പെസിഫൈഡ് സിവിയറിറ്റി, സ്ട്രോക്ക് റിസൾട്ടിംഗ് ഇൻ പെർമനന്റ് സിംറ്റംസ്, പെർമനന്റ് പാരാലിസിസ് ഓഫ് ലിംസ്, മോട്ടോർ ന്യൂറോൺ ഡിസീസ് വിത്ത് പെർമനന്റ് സിംറ്റംസ് മുതലായവയാണ് ഇതിൽ വരുന്ന കണ്ടീഷൻസ്. നാലാമത്തെ ഗ്രൂപ്പാണ് മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് അതർ കണ്ടീഷൻസ്. ഇതിൽ വരുന്ന കണ്ടീഷൻസ് ആണ് മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ലങ്, ലിവർ, കിഡ്നി ആൻഡ് പാൻക്രിയാസ്, കിഡ്നി ഫെയിലിയർ റിക്വയറിംഗ് റെഗുലർ ഡയാലിസിസ്, ബ്ലൈൻഡ്നസ്, ഡെഫ്നെസ് മുതലായവ. ഇത്രയും കണ്ടീഷൻസിനാണ് ലംസം ബെനിഫിറ്റ് കിട്ടുന്നത്. ശ്രദ്ധിക്കുക, എന്തെങ്കിലും തരത്തിലുള്ള മിസ് റെപ്രസെൻറ്റേഷനോ മിസ് ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ നോൺ ഡിസ്ക്ലോഷറോ മറ്റോ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ പോളിസി ക്യാൻസൽ ആവുന്നതാണ്. നിങ്ങൾക്ക് റീഫണ്ട് ഒന്നും തന്നെ ലഭിക്കുകയുമില്ല. യുവർ പോളിസി കോൺട്രാക്ട് വിൽ കം ടു ആൻ എൻഡ്. നെക്സ്റ്റ് വരുന്നതാണ് PAMC, അതായത് പ്രീ അക്സെപ്റ്റൻസ് മെഡിക്കൽ ചെക്കപ്പ്. ഇത് ചെയ്യേണ്ടി വരുന്നത് അഡ്വേഴ്സ് മെഡിക്കൽ ഹിസ്റ്ററിയുള്ള 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. അതായത് 50 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സെർട്ടൈൻ ഇൽനെസ്സിന്റെ ഹിസ്റ്ററിയോ ഉണ്ടെങ്കിൽ പോളിസി എടുക്കേണ്ടതിന്റെ ഭാഗമായി നിങ്ങൾ പ്രീ അക്സെപ്റ്റൻസ് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യേണ്ടതായി വരും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചത്. എല്ലാവർക്കും വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഡൗട്ടുകൾക്കും കൂടുതൽ വിവരങ്ങൾക്കും 94 95 11 66 01 എന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പവർലിങ്ക് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നന്ദി.